ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സച്ചിയായിരിക്കും അല്ലേ? മാപ്പ് പറയാനായിരിക്കും ഈ വിളി. നിനക്ക് ഇനിയും പോണോ അവിടേക്ക്? നിന്റെ വീടാണ്, പോകണ്ടെന്ന് പറയാൻ എനിക്ക് അവകാശമൊന്നുമില്ല. പക്ഷേ അഭിമാനം അതെല്ലാവർക്കും ഉണ്ടല്ലോ. ഇവന് രണ്ട് മനസ്സായി കഴിഞ്ഞു. ആകെ കൺഫ്യൂഷൻ ആണെന്ന് മുഖം കണ്ടാൽ തന്നെ അറിയാം. ഇത് മതി, ഇനി ഇവൻ ഞാൻ വരയ്ക്കുന്ന വരയിലൂടെ നടന്നോളൂ. ഇനി എല്ലാരും നിന്റെ പിന്നാലെ വരും. ഏട്ടത്തി, നിന്നോടൊരു കാര്യം പറയട്ടെ. ഇപ്പൊ നീ ആരുടെ മുന്നിൽ തോറ്റു കൊടുക്കരുത്. ഒരു തവണ നീ തോറ്റു കൊടുത്താ പിന്നെ നിനക്ക് ആരുടെ മുന്നിലും ജയിക്കാൻ കഴിയില്ല. നിന്നെ അപമാനിച്ചവരുടെ മുന്നിൽ നിനക്ക് ജയിച്ചു കാണിക്കണ്ടേ? അതിന് നിന്നെ ഈ ഏട്ടത്തെ സഹായിക്കാം. കുറച്ചു ദിവസം കഴിഞ്ഞ് ആതിരയും മോളെയും കൂട്ടിക്കൊണ്ടുവന്ന് ഒരുമിച്ച് താമസിക്കണം. ചിപ്പിമോളും നിന്റെ മോളും ഒരുമിച്ച് സ്കൂളിൽ പോട്ടെ. അവർക്ക് രണ്ടുപേർക്കും അത് സന്തോഷാവും. അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. പിന്നെ നിനക്ക് ഞാൻ ഒരു ഓഫറും കൂടി തരാം. അവന്തിക അസോസിയേറ്റ്സിന്റെ 25% ഷെയർ ഞാൻ നിന്റെ പേരിൽ എഴുതി തരും. ഇന്നത്തെ വാല്യൂ അനുസരിച്ച് എന്റെ കമ്പനിയുടെ 25% ഷെയർ എന്ന് പറഞ്ഞാ നീ സ്വപ്നം കാണുന്നതിലും അപ്പുറ. പക്ഷേ നീ എനിക്കൊരു വാക്ക് തരണം. എന്ത് വാക്ക്? സച്ചി കൊടുത്തിട്ടുള്ള കേസിൽ നീ എനിക്ക് അനുകൂലമായി നിൽക്കണം. സച്ചിയെ തോൽപ്പിക്കണമെന്ന് നിന്റെ മനസ്സിൽ ആഗ്രഹമില്ലേ? ആരുടെയും തോൽവിയും ചെയ്യാന്നും ഇപ്പൊ എന്റെ പ്രശ്നമല്ല. എനിക്ക് ജീവിക്കണം, പണം ഉണ്ടാക്കണം. അതിനുവേണ്ടി എന്ത് ജോലി ചെയ്യാനും ഞാൻ തയ്യാറാണ്. ഈ കാര്യം ഞാൻ ആലോചിച്ചിട്ട് പറയാം. മതി, നീ സാവധാനം ആലോചിച്ചിട്ട് പറഞ്ഞാ മതി. പിന്നെ ഗസ്റ്റ് ഹൗസിൽ നിനക്ക് സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? എന്തേലും വേണമെങ്കിൽ മൂർത്തിയോട് പറഞ്ഞാ മതി. സന്ദീപ് സാർ എന്തെങ്കിലും ഒന്ന് പറയാൻ കാത്തിരിക്കുകയാണ് ഞാൻ. പക്ഷേ സാർ ഇതുവരെ വേറൊന്നും പറഞ്ഞില്ല. ഇപ്പോഴുള്ള സൗകര്യങ്ങൾക്ക് തന്നെ ധാരാളം. ശരി, നിന്റെ ഇഷ്ടം. എപ്പോഴും സന്ദീപ് ഒരു കാര്യം ഓർക്കണം. സ്നേഹിച്ചാ ഞാൻ എന്റെ ചങ്കു പറിച്ചു തരും. എന്റെ കൂടെ നിന്നിട്ട് എന്നെ ചതിക്കാന്ന് നീ വിചാരിക്കരുത്. അങ്ങനെ എന്തെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ ഇപ്പോഴേ അതങ്ങ് മാറ്റിവെച്ചേക്ക്. ഏട്ടത്തിയുടെ സ്വഭാവം മറ്റാരേക്കാളും നന്നായി നിനക്കറിയാലോ. ആലോചിച്ചിട്ട് നീ എനിക്കൊരു മറുപടി തന്നാ മതി.